Hi all. Today I am going to discuss about the modes of failure and stability requirements in a dam. അപ്പോൾ മോഡ്സ് ഓഫ് ഫെയിലിയർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡാമിൽ ഏതൊക്കെ ടൈപ്സ് ഓഫ് ഫെയിലിയർ ഉണ്ടാവും, ഇനി ആ ഫെയിലിയർ ഉണ്ടായാൽ അല്ലെങ്കിൽ ആ ഫെയിലിയർ ഉണ്ടാവാതിരിക്കാൻ അതിൻ്റെ സ്റ്റെബിലിറ്റി റിക്വയർമെൻറ്റ് എന്തൊക്കെയാണ്. അപ്പോൾ മൂവിങ് ടു ദി ടൈപ്സ് ഓഫ് ഫെയിലിയർ, ദർ ആർ 4 types ഓഫ് ഫെയിലിയർ. ഫസ്റ്റ് വൺ ഓവർ ടേണിംഗ്, and second one sliding, and third one compression or crushing, and last one tension failure. First one overturning. ഓവർടേണിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആദ്യം മിഡിൽ തേർഡ് റൂൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളുടെ റിസൾട്ടൻ്റ് ഫോഴ്സ് എപ്പോഴും ഡൗൺ സ്ട്രീം ഫുൾ കണ്ടീഷൻ ആയിരിക്കുമ്പോൾ ഡൗൺ സ്ട്രീം മിഡിൽ തേർഡിൽ വേണം കട്ട് ചെയ്യാൻ. ഇനി ആ ഡൗൺ സ്ട്രീം മിഡിൽ തേർഡിൽ നിന്ന് മാറി അതിൻ്റെ താഴോട്ടുള്ള പോർഷൻ ദാറ്റ് ഈസ് എസെൻട്രിസിറ്റി ഈസ് ഗ്രേറ്റർ ദാൻ b/6 ആകുമ്പോഴത്തേക്കും നമ്മളുടെ ആ റിസൾട്ടൻ്റ് കട്ട് ചെയ്യുന്ന പോയിന്റ് കുറച്ചും കൂടെ താഴോട്ട് മൂവ് ചെയ്യും. അങ്ങനെ മൂവ് ചെയ്യുമ്പോഴത്തേക്ക് ഡാമിന് അത് ആൻറ്റി ക്ലോക്ക് വൈസിലോട്ട് റൊട്ടേറ്റ് ചെയ്യും. അതാണ് അതിനെ ഓവർടേൺ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് ഈ മൊമെന്റ് ക്ലോക്ക് വൈസ് എന്ന് പറയുന്നത് നെഗറ്റീവ് സൈനും ആൻറ്റി ക്ലോക്ക് വൈസ് എന്ന് പറയുന്നത് പോസിറ്റീവ് സൈനുമായിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഓവർടേണിംഗ് എന്താന്ന് പറയാം. ദ ഓവർടേണിംഗ് ഓഫ് ദി ഡാം ടേക്സ് പ്ലേസ് വെൻ ദ റിസൾട്ടന്റ് ഫോഴ്സ് അറ്റ് എനി സെക്ഷൻ കട്ട്സ് ദ ബേസ് ഓഫ് ദി ഡാം ഡൗൺ സ്ട്രീം ഓഫ് ദി ടോ. That is, the resultant moment at the toe becomes clockwise, that is negative. If the resultant cuts the base within the body of the dam, there will be no overturning. The dam must be safe against overturning. അപ്പോൾ ഓവർടേണിംഗ് എന്ന് പറഞ്ഞാൽ നേരത്തെ ഇപ്പോൾ പറഞ്ഞത് തന്നെയാണ്, നമ്മളുടെ ഡാം എപ്പോഴും ഡൗൺ സ്ട്രീം മിഡിൽ തേർഡിനകത്ത് വേണം കട്ട് ചെയ്യാൻ വേണ്ടി. അതിൻ്റെ റിസൾട്ടൻ്റ് എപ്പോഴും കട്ട് ചെയ്യേണ്ടത് ഡൗൺ സ്ട്രീം മിഡിൽ തേർഡിലാണ്. ഡൗൺ സ്ട്രീം മിഡിൽ തേർഡ് കഴിഞ്ഞ് കുറച്ചും കൂടെ താഴോട്ട് നമ്മളുടെ റിസൾട്ടൻ്റ് ഒന്ന് കട്ട് ചെയ്യുവാണെങ്കിൽ ആ ഡാമിന് ഓവർടേൺ ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. Then the factor of safety against overturning is defined as the ratio of stabilizing moment to the overturning moment. And the factor of safety should not be less than 1.5. Normally the value is taken as in between 2 to 3. And second type of failure is sliding failure. സ്ലൈഡിംഗ് ഫെയിലിയർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഫോഴ്സസ് ആക്ട് ചെയ്യുന്നത് അപ്സ്ട്രീം സൈഡിലാണ്. ഡാമിൻ്റെ അപ്സ്ട്രീം സൈഡിലാണ് കൂടുതൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ മുകളിൽ നിന്ന് ഒരുപാട് ഫോഴ്സ്, മേജറായിട്ട് വരുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് വാട്ടർ പ്രഷർ തന്നെയാണ്. വാട്ടർ പ്രഷർ സിൽ പ്രഷർ, അങ്ങനെ ഒരുപാട് ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം താഴോട്ട് ആക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇത്രയും ഫോഴ്സിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു റെസിസ്റ്റീവ് ഫോഴ്സ് മുകളിലോട്ട് ആക്ട് ചെയ്യും. പക്ഷേ ഈ വരുന്ന ഒപ്പോസിങ് അല്ല റെസിസ്റ്റൻറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും ഡൗൺ സ്ട്രീമിലോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സിനേക്കാളും കൂടിയിരിക്കണം. അങ്ങനെ കൂടുവാണെങ്കിൽ ഡാം ഫെയിൽ ആവത്തില്ല. പക്ഷേ ഈ റെസിസ്റ്റീവ് ഫോഴ്സ് വരുന്ന ഡൗൺ സ്ട്രീം ഫോഴ്സിനേക്കാളും കുറവാണെങ്കിൽ ദ ഡാം വിൽ ഫെയിൽ in sliding എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ a dam will fail in sliding at its base or any other level if the horizontal force causing sliding are more than the resistance available to it at that level. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ റെസിസ്റ്റൻറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് 2 types ഓഫ് ഫോഴ്സ് നമുക്ക് അവിടെ കിട്ടും. ഫസ്റ്റ് വൺ, ദ റെസിസ്റ്റൻസ് അഗെയിൻസ്റ്റ് സ്ലൈഡിംഗ് മേ ബി ഡ്യൂ ടു ഫ്രിക്ഷൻ അലോങ്, ഫ്രിക്ഷൻ ഫോഴ്സ് മാത്രമായിരിക്കാം, ഓർ ഡ്യൂ ടു ഫ്രിക്ഷൻ ആൻഡ് ഷിയർ സ്ട്രെങ്ത് ഓഫ് ദി ജോയിന്റ്. പിന്നെ ഈ ഡാം നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുമ്പം അതിൻ്റെ ഫൗണ്ടേഷനിൽ പല പല ജോയിൻസ്, കീ ജോയിൻസ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഈ ജോയിൻസ് മൂലം ഒരു ഷിയർ സ്ട്രെങ്ത് ഡെവലപ്പ് ചെയ്യും. ഈ ഡെവലപ്പ് ചെയ്യുന്ന ഷിയർ സ്ട്രെങ്ത് നമുക്ക് ഈ റെസിസ്റ്റീവ് ഫോഴ്സിന് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഫ്രിക്ഷൻ മാത്രമല്ല, ഓൾറെഡി നമുക്കൊരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്, അതാണ് അതിൻ്റെ മേജർ റെസിസ്റ്റീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ. ആ ഫ്രിക്ഷൻ ഫോഴ്സ് കൂടാതെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വേറൊരു ഫോഴ്സ് ആണ് ഷിയർ സ്ട്രെങ്ത് ഡ്യൂ ടു ജോയിൻസ്. The shear strength develops if benched foundations are provided or if joints are carefully laid so that a good bond develops, or due to interlocking of stones in masonry dams. ഡാംസിനകത്ത് സ്റ്റോൺസ് മൂലമുള്ള ഇന്റർലോക്കിംഗ് മൂലമാണ് നമുക്ക് ഈ ഒരു ഷിയർ സ്ട്രെങ്ത് കിട്ടുന്നത്. If the shear strength is not considered, the factor of safety is known as factor of safety against sliding. It is the ratio of actual coefficient of static friction on the horizontal joint to the sliding friction, a sliding factor. The sliding factor is the minimum coefficient of friction due to friction to prevent sliding.
എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഇപ്പോൾ പറഞ്ഞു നമ്മളുടെ റെസിസ്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് 2 types ഓഫ് ഫോഴ്സ് അവൈലബിൾ ആണ്. ഫ്രിക്ഷണൽ ഫോഴ്സും അവൈലബിൾ ആണ്, ഷിയർ സ്ട്രെങ്ത് അവൈലബിൾ ആണ്. ഇപ്പോൾ സപ്പോസ് നമ്മൾ ഷിയർ സ്ട്രെങ്ത് കൺസിഡർ ചെയ്യുന്നില്ല, നമുക്ക് ആകെ അവൈലബിൾ ആയിട്ടുള്ളൊരു ഫോഴ്സ് ഫ്രിക്ഷണൽ ഫോഴ്സ് മാത്രമാണെങ്കിൽ അവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫാക്ടർ ഓഫ് സേഫ്റ്റിക്ക് പറയുന്ന പേരാണ് ഫാക്ടർ ഓഫ് സേഫ്റ്റി അഗെയിൻസ്റ്റ് സ്ലൈഡിങ്. ഇപ്പോൾ ഷിയറിന്റെ ഫാക്ടർ ഓഫ് സേഫ്റ്റിക്ക് പറയുന്നതാണ് ഫാക്ടർ ഓഫ് സേഫ്റ്റി അഗെയിൻസ്റ്റ് സ്ലൈഡിങ്. ആൻഡ് ഫാക്ടർ ഓഫ് സേഫ്റ്റി അഗെയിൻസ്റ്റ് സ്ലൈഡിങ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് മ്യൂ ബൈ ടാൻ തീറ്റ. ഈ മ്യൂവിനെയാണ് നമ്മൾ പറയുന്നത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ആൻഡ് ടാൻ തീറ്റയെ നമുക്ക് പറയാം the sliding factor. അപ്പോൾ അതാണ് factor of safety against sliding is equal to mu by tan theta. Then tan theta is equal to sum of horizontal force divided by net vertical force. അപ്പോൾ sum of horizontal force sigma h ആണ്. sum of vertical force is sigma into v minus u എന്ന് എഴുതിയേക്കുന്നത്. that is v എന്ന് പറയുന്നത് ഡൗൺവേർഡ് ഫോഴ്സും u എന്ന് പറയുന്നത് അപ്വേർഡ് ഫോഴ്സും ആണ്. ഈ v mainly the weight of the dam and u is the uplift pressure. അപ്പോൾ രണ്ടിന്റെയും കൂടെ എഫക്റ്റീവ് വരുമ്പോഴത്തേക്കും v മൈനസ് u എന്നെടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷനകത്തോട്ട് മ്യൂ ബൈ ടാൻ തീറ്റ, ഈ ടാൻ തീറ്റയ്ക്ക് പകരം സിഗ്മ എച്ച് ഡിവൈഡഡ് ബൈ സിഗ്മ വി മൈനസ് യു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഡിനോമിനേറ്റർ ന്യൂമറേറ്ററിലോട്ട് പോകും. ദെൻ ദ ഫാക്ടർ ഓഫ് സേഫ്റ്റി ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഫാക്ടർ ഓഫ് സേഫ്റ്റി അഗെയിൻസ്റ്റ് സ്ലൈഡിങ്ങിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ മ്യൂ ഇൻറ്റു സിഗ്മ വി മൈനസ് യു ബൈ സിഗ്മ എച്ച്. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഇതിന്റെ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാൽക്കുലേഷൻ നമ്മൾ ഓർത്ത് വെച്ചിരിക്കുക, ഒരു ഫോർമുല യൂസ് ചെയ്യുക. ദെൻ ദിസ് ഫാക്ടർ വേരീസ് ഫ്രം 0.65 to 0.75 ഫോർ കോൺക്രീറ്റ് or masonry dams. The factor of safety against sliding should be greater than 1. അപ്പോൾ ഈ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് should be greater than 1 ആയിരിക്കണം. A low gravity dam should be safe against consider friction alone. അപ്പോൾ ഇവിടെ ഒരു ലോ ഗ്രാവിറ്റി ഡാമിന്റെ കാര്യം പറഞ്ഞ് നമുക്ക് ഡാമിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, ലോ ഗ്രാവിറ്റി ഡാം, ഹൈ ഗ്രാവിറ്റി ഡാം. അപ്പോൾ ലോ ഗ്രാവിറ്റി ഡാമിന്റെ കേസ് മാത്രം നമ്മൾ അങ്ങനെ ഒരു ഡാമ നമുക്ക് അനലൈസ് ചെയ്യണമെങ്കിൽ ഏത് ഫാക്ടർ മാത്രം കൺസിഡർ ചെയ്യുക? ഫാക്ടർ ഓഫ് സേഫ്റ്റി അഗെയിൻസ്റ്റ് സ്ലൈഡിങ്, അല്ലെ ഫ്രിക്ഷൻ മൂലം വരുന്ന ഫാക്ടർ മാത്രം കൺസിഡർ ചെയ്യുക. ഫോർ ലാർജ് ഡാം ഷിയർ സ്ട്രെങ്ത് ഓഫ് ദ ജോയിന്റ്സ് നീഡ് ടു ബി കൺസിഡേർഡ്. അപ്പോൾ ലാർജ് ഡാം എടുക്കുമ്പോഴത്തേക്ക് ഷിയർ സ്ട്രെങ്തും കൂടെ കൺസിഡർ ചെയ്യണം. ഇനി ഷിയർ സ്ട്രെങ്തും കൂടെ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഫാക്ടർ ഓഫ് സേഫ്റ്റിക്ക് പറയുന്ന പേരാണ് shear friction factor. That is equal to mu into sigma v minus u plus bq divided by sigma h. അപ്പോൾ ഇവിടെ ഒരു പുതിയൊരു ടേമും കൂടെ വന്നിട്ടുണ്ട്, അതാണ് ഷിയർ ഫാക്ടർ കൺസിഡർ ചെയ്യുന്ന ഒരു ടേമാണ് bq divided by sigma h, where q is the shear strength of the joints. Mainly it is taken as 14 kg per centimeter square and b is the width of the joint or section. ആ shear strength എടുക്കുന്ന ജോയിന്റിന്റെ width ആണ് b വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ലോഡ് കോമ്പിനേഷനെ നമ്മൾ എടുക്കുന്ന ഒരു ഷിയർ സ്ട്രെങ്തിന്റെ ടാബുലാർ കോളമാണ് നമുക്കിവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കത് എക്സാമിന് കാണാതൊന്നും പഠിക്കേണ്ട, എന്തെങ്കിലും ഡിസൈൻ പർപ്പസിന് മാത്രം വേണ്ടി യൂസ് ചെയ്യുന്ന ടേബിളാണിത്. ഓക്കെ, നെക്സ്റ്റ് ഫെയിലിയർ എന്ന് പറയുന്നത്, മോഡ്സ് ഓഫ് ഫെയിലിയർ എന്ന് പറയുന്നത് കംപ്രഷൻ ഓർ ക്രഷിംഗ്. ഇതും ഈ മിഡിൽ തേർഡ് റൂൾ വെച്ച് പറയുന്ന സെയിം കാര്യം തന്നെയാണ്. ലെറ്റ് എച്ച് ബി ദ ടോട്ടൽ ഹൊറിസോണ്ടൽ ഫോഴ്സ്, വി ബി ദ ടോട്ടൽ വെർട്ടിക്കൽ ഫോഴ്സ്, ആർ ബി ദ റിസൾട്ടന്റ് ഫോഴ്സ് കട്ടിംഗ് അറ്റ് ദി ബേസ് ആൻഡ് ഈസ് ദ എസെൻട്രിസിറ്റി ഫ്രം ദ സെന്റർ ഓഫ് ദ ബേസ് ഓഫ് വിഡ്ത്ത് ബി. ഓൾറെഡി ഇത് മിഡിൽ തേർഡ് റൂള് ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. ഡയറക്റ്റ് സ്ട്രെസ്, അപ്പോൾ നമ്മളുടെ സ്ട്രെസ് എന്ന് പറയുന്നത് ഡയറക്റ്റ് സ്ട്രെസ് പ്ലസ് ബെൻഡിങ് സ്ട്രെസ് ആണ്. ഡയറക്റ്റ് സ്ട്രെസ് ഫോഴ്സ് ബൈ ഏരിയ, ബെൻഡിങ് സ്ട്രെസ് m into y by I. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നേരെ നമുക്കൊരു ഫോർമുല കിട്ടി, നോർമൽ സ്ട്രെസ്സിന്റെ ഫോർമുല v by b into 1 plus or minus 6e by b. റിസർവോയർ ഫുൾ കണ്ടീഷന്റെ ഫോർമുല, റിസർവോയർ എം ടി കണ്ടീഷന്റെ ഫോർമുല എല്ലാം ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ആ അത്രയും കാര്യങ്ങളും കൂടെ ഞാൻ നേരത്തെ കഴിഞ്ഞ വട്ടം ഡിസ്കസ് ചെയ്യാൻ നേരം പറഞ്ഞു. ആ ഫോർമുലാസ് എല്ലാം ഒന്ന് ഓർത്ത് വെക്കുക. എം ടി കണ്ടീഷന്റെ ടോയിലെ ഹീലിന്റെ ഫോർമുലയും ഫുൾ കണ്ടീഷന്റെ ടോയിലെ ഹീലിലെ ഫോർമുലയും ഒന്ന് അവിടെ നിന്ന് മെൻഷൻ ചെയ്യുക. ഇനി ഈ പറയുമ്പം നമുക്കൊരു
ഡയഗ്രം നമ്മളിവിടെ നേരത്തെ പറഞ്ഞതുപോലെ സിഗ്മ എച്ച് സിഗ്മ ബി റിസൾട്ടന്റ് കട്ട് ചെയ്യുന്ന പോയിന്റ് ഇതെന്ന് പറയുന്നത് വിതിൻ ദ മിഡിൽ തേർഡ് ആയിരിക്കണം. ദാറ്റ് ഈസ് ഇ ഈസ് ലെസ് ദാൻ ബി ബൈ 6. ഇ ഈസ് ലെസ് ദാൻ ബി ബൈ 6 ആകുമ്പോഴാണ് നമ്മളുടെ ഫുൾ കംപ്രസീവ് ഫോഴ്സിനകത്ത് നിൽക്കുന്നത്. നമ്മളുടെ സ്ട്രെസ് ഡയഗ്രം ഈ കാണിച്ചിരിക്കുന്നത് സ്ട്രെസ് ഡയഗ്രം. പി എൻ ടോയിലാണ് കൂടുതൽ, ദാറ്റ് ഈസ് നോർമൽ സ്ട്രെസ് ടോയിൽ കൂടുതലായിരിക്കും. പി എൻ ഹീലിൽ കംപ്രഷൻ ആയിരിക്കും, പക്ഷെ ടോയിലേക്കാളും കുറവായിരിക്കും. അപ്പൊ ഏറ്റവും സേഫ് എന്ന് പറയുന്നത് എസെൻട്രിസിറ്റി ലെസ് ദാൻ ബി ബൈ 6 ആണ്. കംപ്രഷൻ അവിടെ ഡെവലപ്പ് ചെയ്യാനുള്ള കണ്ടീഷൻ. ഇനി ഈസ് ഈക്വൽ ടു ബി ബൈ 6 ആകുമ്പോഴത്തേക്കും കംപ്രഷൻ തന്നെ ആയിരിക്കും, പക്ഷെ ഹീൽ ആകുമ്പോഴത്തേക്ക് അവിടുത്തെ സ്ട്രെസ് 0 ആയിരിക്കും. ഇയുടെ വാല്യൂ ഈസ് ഗ്രേറ്റർ ദാൻ ബി ബൈ 6 ആകുമ്പോഴത്തേക്ക് അവിടുത്തെ കംപ്രഷൻ ചേഞ്ച് ചെയ്ത് ടെൻഷൻ ഡെവലപ്പ്. അപ്പൊ ഈ ഒരു കണ്ടീഷൻ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പാടില്ല. അപ്പൊ ടെൻഷൻ ഫെയിലിയർ ഉണ്ടാവാനുള്ള റീസൺ ഈസ് ഗ്രേറ്റർ ദാൻ ബി ബൈ 6 ആണ്. ദാറ്റ് ഈസ് ദ നോർമൽ സ്ട്രെസ് അറ്റ് ഹീൽ വിൽ ബി ടെൻസൈൽ ഫോർ റിസർവോയർ ഫുൾ കണ്ടീഷൻ. നമ്മളുടെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നോ ടെൻഷൻ ഷുഡ് ബി പെർമിറ്റഡ് അറ്റ് എനി പോയിന്റ് ഓഫ് ദി ഡാം അണ്ടർ എനി സർക്കംസ്റ്റൻസസ്. ഫോർ നോ ടെൻഷൻ ടു ഡെവലപ്പ് ദ റിസൾട്ടന്റ് ഷുഡ് ബി വിതിൻ ലൈവ് should be always lie within the middle third of the base. The maximum permissible stress for high gravity dam under worst loading condition is taken as 500 kilonewton per meter square. അപ്പോൾ ഏറ്റവും വേസ്റ്റ് കണ്ടീഷനെ നമ്മൾ എടുക്കേണ്ടത് മാക്സിമം പെർമിസിബിൾ ടെൻസൈൽ സ്ട്രെസ് എന്ന് പറയുന്നത് 500 kilonewton per meter square ആണ്. ഓക്കെ, അപ്പൊ നമ്മളുടെ ഈ സ്ട്രെസ് വെച്ച് പറയുവാണെങ്കിൽ എപ്പോഴും നമുക്ക് ഈ കാൽക്കുലേറ്റ് ചെയ്യുന്ന സ്ട്രെസ് ഈ ഫൗണ്ടേഷൻ മെറ്റീരിയലിനെല്ലാം കൂടെ ഒരു അവൈലബിൾ സ്ട്രെസ് കാണും, അല്ലെങ്കിൽ അവൈലബിൾ ഒരു കംപ്രസീവ് സ്ട്രെങ്ത് ഓൾറെഡി ആ ഒരു ഡാമിന് കാണും. അപ്പൊ അല്ലെങ്കിൽ ഡാം മെറ്റീരിയലിനെല്ലാം കൂടെ ചേർത്തൊരു കംപ്രസീവ് സ്ട്രെങ്ത് കാണാം. ആ കംപ്രസീവ് സ്ട്രെങ്തിനേക്കാളും കുറവായിരിക്കണം നമുക്ക് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്ന സ്ട്രെസ് എന്ന് പറഞ്ഞാൽ. ടോയ് കാൽക്കുലേറ്റ് ചെയ്താൽ ഹീലി കാൽക്കുലേറ്റ് ചെയ്താൽ ദ സ്ട്രെസ് ഷുഡ് ബി ലെസ് ദാൻ ദ അവൈലബിൾ സ്ട്രെസ് അറ്റ് ദി ഫൗണ്ടേഷൻ ഓഫ് ദി ഡാം. അപ്പൊ ഇത്രയും ഫെയിലിയേഴ്സ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഇവിടെ ടെൻഷൻ ഫെയിലിയർ വരെയാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഒന്നും കൂടെ പറയാം, മോഡ്സ് ഓഫ് ഫെയിലിയർ ആൻഡ് സ്റ്റെബിലിറ്റി റിക്വയർമെന്റ്. നിങ്ങൾക്ക് എക്സാമിന് എഴുതുവാണെങ്കിൽ ആദ്യമേ ഏതൊക്കെ ടൈപ്പ് ഫെയിലിയർ ആണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. ഓവർ ടേണിംഗ്, സ്ലൈഡിംഗ്, കംപ്രഷൻ ആൻഡ് ടെൻഷൻ ഫെയിലിയർ. ഓവർ ടേണിംഗ് പറഞ്ഞു, എല്ലാം മിഡിൽ തേർഡിൽ കട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഡാം അത് ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. അതങ്ങനെ പാടില്ല. അതുകൊണ്ട് അതിന്റെ ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത് എപ്പോഴും ഇൻ ബിറ്റ്വീൻ 2 to 3 ആയിരിക്കണം. നോർമലി ഓവർ ടേണിംഗ് നമ്മൾ എടുക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് 1.5 ആണ്. സ്ലൈഡിംഗ് നോക്കുവാണെങ്കിൽ ഹൊറിസോണ്ടൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഷുഡ് ബി ലെസ് ദാൻ ദ അവൈലബിൾ റെസിസ്റ്റീവ് ഫോഴ്സ് ആണ്. റെസിസ്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് 2 ടൈപ്സ് ഉണ്ട്. ഫ്രിക്ഷണൽ ഫോഴ്സും ഉണ്ട്, നമ്മുടെ ഷിയർ സ്ട്രെങ്ത് മൂലം ഉണ്ടാവുന്ന ഫോഴ്സും ഉണ്ട്. ഇനി ലോ ഗ്രാവിറ്റി ഡാമിനകത്താണ് നമ്മൾ ഫ്രിക്ഷൻ ഫാക്ടർ മാത്രം കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഫാക്ടർ ഓഫ് സേഫ്റ്റി അഗെയിൻസ്റ്റ് സ്ലൈഡിംഗ് mu by tan theta ആണ്. ദാറ്റ് വാല്യൂ ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കണം. ആൻഡ് mu varies from 0.65 to 0.75. ഇനി കംപ്രഷനും ടെൻഷനും പറയുമ്പോൾ ഒറ്റ ഡയഗ്രത്തിൽ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ആദ്യമേ ജനറൽ ആയിട്ടുള്ള ഫോർമുല ഒന്ന് പറയുക, ടോയിലെയും ഹീലിലെയും ഇക്വേഷൻസ് ഒന്ന് കൊടുക്കുക, ഈ ഡയഗ്രം ഒന്ന് കറക്റ്റ് ആയിട്ട് വരച്ചു വെക്കുക. ടെൻഷൻ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പാടില്ല. പിന്നെ കംപ്രഷന്റെ കാര്യം പറയുവാണെങ്കിൽ എപ്പോഴും ഈ ലെസ് ദാൻ ബി ബൈ 6 ആയിരിക്കണം. ഈ ബി ഈസ് ഈക്വൽ ടു ബി ബൈ 6 നമുക്ക് പെർമിറ്റ് ചെയ്യാനും പാടില്ല. കാരണം അത് ഇനി അടുത്തൊരു കുറച്ചും കൂടെ ഒന്ന് മൂവ് ചെയ്താൽ ഡാം ഫെയിൽ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇതെന്ന് പറയുന്നത് ഒരു എക്സ്ട്രീം കേസസിലാണ് ഇത് എടുക്കാൻ പറ്റും. അപ്പൊ എപ്പോഴും കംപ്രഷന്റെ കേസിൽ ഡാം ഈ എസെൻട്രിസിറ്റി ഷുഡ് ബി ലെസ് ദാൻ ബി ബൈ 6 ആയിരിക്കണം. ടെൻഷൻ ഡെവലപ്പ് ചെയ്യാൻ പാടില്ല. അപ്പൊ ടെൻഷന്റെ കേസിൽ ബി ബൈ 6 വരെ നമുക്ക് അവിടെ പെർമിറ്റ് ചെയ്യാൻ പറ്റും. ഇത്രയുമാണ് മോഡ്സ് ഓഫ് ഫെയിലിയർ ആക്ടിംഗ് ഇൻ എ ഡാം.